ഇപ്പോൾ നമ്മൾ കാണുന്നത് പത്തനാപുരത്ത് ഗണേഷ് കുമാറിന്റെ MLA ഓഫീസിന് നേരെ നടക്കുന്ന യൂത്ത് കോൺഗ്രസിന്റെ മാർച്ചാണ്. ആ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. അവിടെ പോലീസ് ഈ പ്രവർത്തകരെ നീക്കം ചെയ്യുന്ന ദൃശ്യങ്ങളാണ് കാണുന്നത്. ബാരിക്കേഡ് ഉയർത്തി യൂത്ത് കോൺഗ്രസിന്റെ മാർച്ചിനെ പോലീസ് തടഞ്ഞിട്ടുണ്ട്. പ്രവർത്തകരെ ബലം പ്രയോഗിച്ച് നീക്കുന്നതിന്റെ ദൃശ്യങ്ങൾ നമുക്ക് കാണാം. ഒരു ഭാഗത്ത് KB ഗണേഷ് കുമാർ മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തുകയാണ്. തനിക്കെതിരെ ഉയർന്നു വന്ന ആരോപണങ്ങളിന്മേൽ തന്റെ നിലപാടും തന്റെ നിലയുമൊക്കെ വിശദീകരിക്കുകയാണ് അദ്ദേഹം മുഖ്യമന്ത്രിയോട്. മാത്രമല്ല ഭാര്യയുമായി അനുനയത്തിലൂടെ പ്രശ്നങ്ങൾ പരിഹരിച്ച സാഹചര്യത്തിൽ ഇനി രാജ്യസമ്മർദ്ദം ഗണേശിൽ നിന്ന് ഒഴിഞ്ഞു എന്ന് നമുക്ക് ഏതാണ്ട് പറയാം. അതേസമയം തന്നെ ഇടതുമുന്നണിക്കകത്തെ CPI പോലുള്ള ഘടകകക്ഷികൾ ഇക്കാര്യത്തിൽ വലിയ അതൃപ്തിയും ആശങ്കയും ഒക്കെ അറിയിച്ചിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് അടുത്തു വന്നിരിക്കുന്ന സാഹചര്യത്തിൽ സർക്കാരിന്റെ പ്രതിച്ഛായയ്ക്ക് കളങ്കമേൽപ്പിക്കുന്ന തരത്തിൽ ഒരു മന്ത്രിക്കെതിരെ ഇത്തരം ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിക്കപ്പെട്ട പശ്ചാത്തലത്തിൽ നടപടി വേണമെന്ന ആവശ്യം ഘടകകക്ഷികൾക്കുണ്ട്. അതുകൊണ്ട് എന്ത് തീരുമാനമായിരിക്കും ഒടുവിൽ ഉണ്ടാകാൻ പോകുന്നതെന്ന് കാത്തിരുന്ന് കാണാം. ഏതായാലും രാജിയില്ല എന്ന കാര്യത്തിൽ ഒരു വ്യക്തത വന്നിരിക്കുന്നു. മന്ത്രി KB ഗണേഷ് കുമാർ ഈ ആരോപണങ്ങളുടെ പുറത്ത് രാജിവെക്കേണ്ടതില്ല എന്ന നിലപാടിലേക്ക് കാര്യങ്ങൾ മാറിയിട്ടുണ്ട്. ഇപ്പോൾ മുഖ്യമന്ത്രിയുമായി ഗണേഷ് കുമാർ കൂടിക്കാഴ്ച നടത്തുകയാണ്. അതേസമയം പത്തനാപുരത്ത് മന്ത്രി KB ഗണേഷ് കുമാറിന്റെ MLA ഓഫീസിന് മുന്നിലേക്ക് യൂത്ത് കോൺഗ്രസ് നടത്തുന്ന മാർച്ച് അക്രമാസക്തമാകുന്നു. ബാരിക്കേഡ് ഉയർത്തി പോലീസ് ഈ മാർച്ച് തടയുകയാണ്. പ്രവർത്തകരെ പോലീസ് ബലം പ്രയോഗിച്ച് നീക്കുകയാണ്. ഭാര്യയുമായി ഒത്തുതീർപ്പ് നടത്തിയതുകൊണ്ട് തീരുന്ന പ്രശ്നമല്ല ഇത് എന്ന നിലപാട് പ്രതിപക്ഷത്തിനുണ്ട്. നേരത്തെ രമേശ് ചെന്നിത്തലയുടെ പ്രതികരണത്തിൽ അത് സുവ്യക്തവുമായിരുന്നു. ഇത്തരത്തിലുള്ള മന്ത്രിമാരെ സംരക്ഷിക്കുന്ന നിലപാടാണ് ഇടതുപക്ഷം സ്വീകരിക്കുന്നത് എന്ന ആക്ഷേപം പ്രതിപക്ഷം ഉന്നയിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ മന്ത്രിസഭയിലെ ഒരു അംഗത്തിനെതിരെ ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിക്കപ്പെട്ടിരിക്കുന്ന സാഹചര്യത്തിൽ പരിരക്ഷിച്ചു നിർത്തുന്നത് പ്രതിച്ഛായയ്ക്ക് കളങ്കമുണ്ടാക്കും എന്ന ഒരു അഭിപ്രായം ഇടതുമുന്നണിയിലെ ഘടകകക്ഷികൾക്കുണ്ട്. ഇത് പരമാവധി മുതലാക്കാനായിരിക്കും പ്രതിപക്ഷത്തിന്റെ നീക്കം. ഏതായാലും KB ഗണേഷ് കുമാറിന്റെ കാര്യത്തിൽ ഉടൻ രാജി ഉണ്ടാകില്ല എന്ന് വ്യക്തമാകുന്നു. അതേസമയം മന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടുകൊണ്ടുള്ള പ്രതിഷേധം മന്ത്രി KB ഗണേഷ് കുമാറിന്റെ പത്തനാപുരത്തെ MLA ഓഫീസിന് മുന്നിൽ നടക്കുകയാണ്. പോലീസ് ബാരിക്കേഡ് ഉയർത്തി പ്രതിഷേധക്കാരെ തടയുന്നു. പോലീസുമായി വാക്കേറ്റം ഉണ്ടാകുന്നുണ്ട്, ഉന്തും തള്ളും ഉണ്ടാകുന്നുണ്ട്. ബാരിക്കേഡ് മറികടക്കാൻ വേണ്ടി പ്രവർത്തകർ ശ്രമിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ബാരിക്കേഡ് മറച്ചിടാനുള്ള ശ്രമങ്ങൾ പ്രവർത്തകർ നടത്തുന്നു. രാജിയില്ല. അതേസമയം തന്നെ രാജിക്ക് വേണ്ടിയുള്ള പ്രതിഷേധം മറുഭാഗത്ത് ശക്തമാകുന്നു. പോലീസുമായി ഉണ്ടാകുന്ന വാക്കേറ്റത്തിന്റെ ദൃശ്യങ്ങൾ കൂടി നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. പത്തനാപുരത്ത് KB ഗണേഷ് കുമാറിന്റെ MLA ഓഫീസിന് നേരെ നടക്കുന്ന യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധത്തിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. പ്രതിഷേധക്കാരെ നീക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ പോലീസ് നടത്തുന്നുണ്ട്. പക്ഷേ ശക്തമായ പ്രതിഷേധവുമായി യൂത്ത് കോൺഗ്രസ് രംഗത്തുണ്ട്. മറുഭാഗത്ത് തിരുവനന്തപുരത്ത് തലസ്ഥാന നഗരിയിൽ മന്ത്രിസഭാ യോഗത്തിന് ശേഷം മുഖ്യമന്ത്രിയുമായി KB ഗണേഷ് കുമാർ ഇപ്പോൾ കൂടിക്കാഴ്ച നടത്തുകയാണ്. തന്റെ ഭാഗം മുഖ്യമന്ത്രിക്ക് മുന്നിൽ വിശദീകരിക്കുകയാണ് KB ഗണേഷ് കുമാർ ചെയ്യുന്നത്. ഗണേഷിന് മേലുള്ള രാജ്യസമ്മർദ്ദം ഇതോടെ ഒഴിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട് എന്ന വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.